നക്കം സാവനിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്താണ് ഞങ്ങളൊരു ടെമ്പിൾ ഉത്തായി താനി എന്ന് പറയുന്ന ഒരു സ്ഥലം എത്തിയപ്പോൾ ഞങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി എന്തെങ്കിലും സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടോ എന്ന് നോക്കിയപ്പം ഒരു ഫേമസ് ടെമ്പിൾ കണ്ടു. ഞങ്ങൾ അവിടെ നിന്നെടുത്തുനിന്ന് ഒരു 20 മിനിറ്റ് പോയാൽ മതിയായിരുന്നു. ശരിക്കും മിസ്സായി പോയനായിരുന്നു കേട്ടോ. അത്രയും മനോഹരമായിട്ടുള്ളൊരു ടെമ്പിളാണ്. ഒരുപാട് ടെമ്പിൾ അതിൻ്റെ അകത്തുണ്ട്. അതിലൊരു ടെമ്പിളാണ് കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ പേരെന്ന് പറയുന്നത് വാട്ട് താസങ് എന്നാണ് കേട്ടോ. പിന്നെ വാട്ട് ചൻ താരം അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയില്ല. അങ്ങനെ താണ്ട 11:45 വരെയാണ് ആ ടെമ്പിൾ ഉള്ളത്. ഞങ്ങൾ ചെരുപ്പൊക്കെ ഊരിയിട്ട് അകത്ത് കയറി. തൊപ്പി അതേ കണക്ക് തന്നെ കുപ്പി വെള്ളം അത് ഒന്നും അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാം പുറത്ത് വെച്ചിട്ട് കയറണം. ഫോറിനേഴ്സൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഞങ്ങൾ വന്നപ്പം തന്നെ അതിശയിച്ചു പോയി. ഇത്രയും ഒരുപാട് വണ്ടികളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി അവർക്ക് പ്രത്യേകം വണ്ടികളൊക്കെ ഉണ്ട്. ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നമ്മളെ കാണിക്കും കേട്ടോ. നമുക്ക് സ്വന്തമായി വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. അപ്പം ശരിക്കും ഇതൊക്കെ കണ്ടോ, ആ മുകളിലെല്ലാം എന്താണ് ഗ്ലാസ് മിററാണ്. മിറർ വെച്ച് അവർ ഒട്ടിച്ച് വെച്ചിരിക്കണം. എന്താണ്ട ഞങ്ങൾ അകത്തേക്ക് കയറിയാണ്. ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും മനോഹരമാണ്. ഒരിക്കലും നമ്മൾ ഇതിൽ കാണുന്നൊരു ഫീലല്ല, നമ്മളത് നേരിട്ട് തന്നെ കാണണം. എത്ര മനോഹരമാണെന്നറിയാവോ. ശരിക്കും ഞങ്ങളത് സെർച്ച് ചെയ്യാതെ ജസ്റ്റ് പാസ് ചെയ്ത് പോയിരുന്നെങ്കിൽ ഭയങ്കര മിസ്സായി പോയനെ. അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലം. ഇതിൻ്റെ അകത്ത് നമുക്ക് ആക്ച്വലി ബുദ്ധനെ വെച്ചിട്ടുണ്ട് രണ്ടിടത്തായിട്ട്. നമുക്ക് പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്യാം. എന്നാലും മെയിൻ ടെമ്പിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ പുറകിലുണ്ട് കേട്ടോ. അതെന്ന് പറയുന്നത് നമ്മൾ ഇത് ഫുള്ള് കാണിച്ചു കഴിഞ്ഞാലേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റൂ. അതും നമുക്ക് ഒറ്റ വീഡിയോയിൽ അത് പറ്റത്തില്ല. അത്രയ്ക്കുണ്ട് അത് കാണിക്കാൻ തന്നെ. അത്രയും മനോഹരമാണ് കേട്ടോ. അതായത് ഫുള്ള് ആ ചുമര് മൊത്തവും മിററാണ്, കണ്ണാടിയാണ് ഫുള്ള്. അതുകൊണ്ട് ഒരുപാട് പേര് വന്നിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ടോ, അതിലെല്ലാം കല്ലാണ്, തിളക്കമാണ്. നമ്മളെവിടെ നോക്കിയാലും തിളങ്ങി മിന്നിത്തിളങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് ആക്ച്വലി ഓപ്പണായിരിക്കുന്നത് 11:45 വരെയാണ്. രാവിലെ 11:45 വരെയാണ് കൊടുത്തിരിക്കുന്ന ടൈം എന്ന് പറയുന്നത്. അത് കഴിയുമ്പോൾ ഇത് ക്ലോസ് ചെയ്യും. അപ്പം ആ ഒരു സമയത്തൊക്കെയാണ് നമുക്കിവിടെ എത്തിപ്പെടാൻ പറ്റുന്നത്. ഭാഗ്യത്തിന് ഞങ്ങൾ ആ എത്തിപ്പെട്ട സമയമെന്ന് പറയുന്നത് ഞങ്ങൾ ഏകദേശം ഒരു 11:30 ആയപ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് കയറിയായിരുന്നു കേട്ടോ. പിന്നെ ഒരു 15 മിനിറ്റാണ് നമുക്ക് അതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റിയത്. അപ്പോഴത്തേക്കും അവർ ക്ലോസ് ചെയ്യുന്നതൊക്കെ അനൗൺസ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ താഴ്ന്ന നമ്മൾ നടക്കുന്ന ഭാഗം മാത്രമേ ഉള്ളൂ മാർബിൾ പോലെ അങ്ങനെ ചെയ്തിരിക്കുന്ന. മുകളിലത്തെ ഭാഗവും മിററാണ്. നമുക്ക് താഴേന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മൾ മുകളിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മുകളിലെല്ലാം മിററാണ്. ചുറ്റും 4 സൈഡും അത് മിറർ വെച്ചിരിക്കുകയാണ്. കണ്ടോ, വലിയ മിററുകളാണ്. പിന്നെ ആ തൂണിലെല്ലാം ഇങ്ങനെ. അപ്പം നമ്മൾ ട്രിപ്പൊക്കെ വരുമ്പോഴത്തേക്കും അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് തായ്ലൻഡിൽ. പക്ഷേ നമ്മൾ ടെമ്പിളൊന്നും ചൂസ് ചെയ്യത്തില്ലല്ലോ. ജസ്റ്റ് ബാങ്കോക്കിൽ വാട്ടരൂണിൽ മിക്കവാറും എല്ലാവരും പോവും. പക്ഷേ ഇങ്ങോട്ടൊന്നും ആരും വരത്തില്ലായിരിക്കും. ഇത് ബാങ്കോക്കിൽ നിന്നൊരു 200 കിലോമീറ്റർ അത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. 200 കിലോമീറ്ററോളം ഉണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ നേർച്ചകൾ കേട്ടോ. അതിലൊരു നല്ല തിളക്കമൊക്കെയാണ് കേട്ടോ. നല്ല കല്ലുകളൊക്കെ വെച്ച് നല്ല മനോഹരമാണ്. 2000 ഭാഗത്തുനിന്ന് എഴുതിയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ നാട്ടിലൊരു 5000 രൂപ പുറത്ത് പോവും. ഏകദേശം 6000 രൂപയൊക്കെയാണ്. അങ്ങനെ അതാണ് നമുക്ക് നേർച്ചയായിട്ട് മേടിച്ച് വയ്ക്കാൻ പറ്റുന്നത്. ഇവിടെ ഇതുണ്ടോ ഫോറിനേഴ്സൊക്കെ നിൽപ്പുണ്ട്. അവർക്ക് ഗൈഡൊക്കെ ഉണ്ട് കേട്ടോ. അവർ പറഞ്ഞു കൊടുക്കുകയാണ് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത്. നമ്മളാണെങ്കിൽ പിന്നെ ഗൈഡിനെയൊന്നും നോക്കത്തില്ല. എല്ലാവരും ഇത് സെർച്ച് ചെയ്ത് മനസ്സിലാക്കാനല്ലേ നോക്കത്തുള്ളൂ. ഇത് ആ ടെമ്പിളിൻ്റെ ക്രിസ്റ്റൽ മണ്ഡപ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പം ഇതെന്ന് പറയുന്നത് 100 മീറ്ററാണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. തിരിച്ച് വരാൻ തോന്നത്തില്ല. പക്ഷേ 11:45 അടയ്ക്കും. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ താങ്ങി തൂങ്ങി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി തവണ നടന്നു. എത്ര അതിൻ്റെ വീഡിയോ എടുത്തിട്ടും മതിയാവുന്നില്ല. അത്രയും മനോഹരമായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പം അതിൻ്റെ നേർച്ചയൊക്കെ ഒന്ന് നോക്കാമെന്നൊക്കെ കരുതി ഞങ്ങൾ അവിടെ കയറി നോക്കി കേട്ടോ. എല്ലാവരും അത് മേടിച്ച് അത്രയും കാശ് കൊടുത്ത ആളുകൾ മേടിക്കുന്നുണ്ട്. അത് മേടിച്ച് അതിൻ്റെ അകത്ത് ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് തന്നെ വീണ്ടും എടുത്ത് അവർ അപ്പുറത്തോട്ടെടുത്ത് വെക്കുകയാണ്. വീണ്ടും അത് ആളുകൾ മേടിച്ച് അവിടെ തന്നെ തിരിച്ചു കൊണ്ടുവയ്ക്കുന്നു. അവരത് എടുത്ത് തിരിച്ച് കൊണ്ടുവയ്ക്കുകയാണ്. പിന്നെ ആളുകൾ അവിടെ നിന്ന് എടുത്ത് വീണ്ടും കൊണ്ടുവയ്ക്കും. അങ്ങനെ ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തു. ഞാനില്ലാതെ എന്ത് വീഡിയോ അല്ലേ. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമെന്നല്ല, എന്നാലും ഒരു താല്പര്യമില്ലായിരുന്നു തിരിച്ചിറങ്ങാൻ. അത്രയും മനോഹരമായിരുന്നത്. കണ്ടിട്ടും മതിയാവാത്തൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അങ്ങനെ പുറത്തൊരു ബുദ്ധനുണ്ടായിരുന്നു. അങ്ങനെ ബുദ്ധൻ്റെ അടുത്ത് ഞാൻ വന്ന് വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് 2 ഉണ്ട് കേട്ടോ. അപ്പം ബൈ.